അയാളെ നല്ലപോലെ വേദനിച്ച് തന്നെ പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനും എല്ലാവരും പോയി അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. നല്ലോണം പേടിയുണ്ട് അയാൾക്ക്, ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഇന്നും ഒട്ടും കൂസലില്ലാതെയാണ് പ്രതി ചെന്താമര കോടതിയിലെത്തിയത്. പശ്ചാത്താപമുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യം. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിയല്ലെന്ന് ചെന്താമരയുടെ മറുപടി. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി. തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂവെന്ന് ചെന്താമര. ചെന്താമരയെ കുറ്റക്കാരനെന്ന് വിധിച്ച പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മറ്റന്നാൾ ശിക്ഷ വിധിക്കും. ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മക്കൾ കണ്ണീരോടെ പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ. ഈ കോടതിയുടെ വ്യൂ ഇതാണ്. ഇത് അന്തിമ വിധിയല്ല. ഇനി അപ്പീൽ കോടതിയിൽ അപ്പീൽ പോകും. അപ്പീൽ കോടതി തീരുമാനിക്കട്ടെ. സത്യം പറഞ്ഞാൽ നമ്മുടെ കോടതിയോടൊക്കെ എന്താണ് നമുക്ക് ഒരു പുച്ഛം തോന്നുകയാണ്. ഒരാൾ കോടതിയോട് മുഖത്ത് നോക്കി പറയുകയാണ്, എന്നെ നിങ്ങൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഞാൻ വെളിയിൽ ഇറങ്ങിയാൽ അവരെ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പിന്നെ എന്താണ് താമസം? നമ്മുടെ കോടതി എന്താണ് ഇങ്ങനെ, നമ്മുടെ നിയമമൊക്കെ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? ആ ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വെളിയിൽ ഇറങ്ങിയാൽ നിങ്ങൾ ഇന്നത് ചെയ്യാൻ സാധ്യതയുണ്ടോ? അപ്പം അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ ഗാന്ധിജിയല്ല, ഞാൻ ചെയ്യും. ഇത്രയും വലിയൊരു ക്രിമിനലിനെ ഒരു നിമിഷം പോലും പിന്നെ വെച്ചേക്കാൻ പാടില്ല. അപ്പോളെ വധശിക്ഷയ്ക്ക് വിധിച്ച് ആ വിധി നടപ്പാക്കണം. അല്ലാതെ വെറുതെ എന്നും ഇങ്ങനെ ജയിലിലിട്ട് ഇവനെ ജീവപര്യന്തം ജയിലിൽ വിടരുത്. ജയിലിലിട്ട് തീറ്റിപ്പോറ്റേണ്ട കാര്യമില്ല അതിന്. അതിലും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചയായിട്ട് നമുക്ക് തെളിഞ്ഞ കാര്യമാണ് ഇദ്ദേഹം അവരെ എല്ലാം കൊന്നു എന്നുള്ളത്. ഇനി കൊല്ലുമെന്ന് പറയുന്നതും സത്യമാണ്. അവർക്ക് പോലും വാദിക്കാൻ കോടതികളിൽ വക്കീലന്മാർ. അതാണ് നമുക്ക് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകളെ വരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ വീണ്ടും വക്കീലന്മാർ വാദിക്കുകയാണ്. സത്യത്തിൽ ഇതൊക്കെ നിർത്തലാക്കണം. ഇതിനൊന്നും കോടതി അനുവദിച്ചുകൂടാ. കാരണം ഒരാൾ ശിക്ഷ ശരിവെച്ചു, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് പിന്നെ ശരിവെച്ചു. പിന്നെ ഇനി എന്താണ് ഇനി ഒരു അപ്പീല്? ഇനി അവർക്കൊരു കോടതി, ഇനി ഒരു വക്കീല് വേറെ. വളരെ കഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇത് നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോടതി ഇത് പറഞ്ഞ് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കും. ഇദ്ദേഹം വെളിയിലിറങ്ങും. ആ 2 കുഞ്ഞുങ്ങളെ ഇവൻ വധിക്കും. അതാണ് അതുകൂടാവുമ്പം ശൂഫം. അതിനുള്ള പോക്കാണിത്. വളരെ കഷ്ടമാണ്. ദയനീയമായിട്ടുള്ള ഒരു നടപടി. ഇപ്പം കോടതിയോട് നിയമത്തോടൊക്കെ ഒരു വല്ലാത്ത വെറുപ്പാണ് ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ. ഒരു കാര്യം ഞാൻ പറയാം, ഈ രീതിയിലാണ് നമ്മുടെ നിയമവും കോടതിയൊക്കെ പോകുന്നതെങ്കിൽ ഒരുപാട് ചെന്താമരമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. അതിന് കാരണക്കാരെ നമ്മുടെ കോടതിയും നിയമവും മാത്രവുമായിരിക്കും. ഇതുപോലെ ഒരുപാട് ജീവനുകൾ ഇപ്പം തന്നെ നമ്മുടെ കുറ്റകൃത്യം കൂടി വരികയാണ്. കാരണം നമ്മുടെ ജയിലിലെ സുഖവാസം, ജയിലിലെ പിന്നെ ജാമ്യത്തിൽ പെട്ടെന്ന് ഇറങ്ങാം. അതുകൊണ്ടൊക്കെ നമുക്ക് ഇപ്പം കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്ന സമയമായി. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കൂടി. ഒരാൾ കോടതിയെ വരെ ചോദ്യം ചെയ്തിട്ട്, ജഡ്ജിയെ വരെ ചോദ്യം ചെയ്തിട്ട് അയാൾക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള നടപടി എടുക്കാനൊക്കെ. അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ വിധിയാണ്. സത്യത്തിൽ കോടതി ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. വിധിക്കുന്നത് മാത്രമല്ല, അത് നടപ്പാക്കിയിരിക്കണം. ഇത് കേരളത്തിന് ഒരു മാതൃകയാക്കാൻ ഏറ്റവും പറ്റിയ ഒരു അവസരമായിട്ട് കണ്ട് ഇത് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത് കോടതിയോട്.